മനസ്സിൽ അവരെ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ നമ്മളത് പുറത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ല. ഈ വേദന എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെ ആണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. ഈ വേദന നിങ്ങൾക്ക് പലപ്പോഴും അത് അറിയത്തില്ല എന്നിട്ടാണ്. ഈ വേദന എന്ന് പറയുന്നത് ഓരോരുത്തരെ ബാധിക്കുന്നത് പല രീതിയിലാണ്. ചില ആൾക്കാർ കരഞ്ഞു തീർക്കും, ചില ആൾക്കാർ ദേഷ്യപ്പെടും, ചില ആൾക്കാർ കൂട്ടി ചോദിക്കും. എന്നെ അങ്ങനെ പറഞ്ഞില്ലേ, അവിടെ വാ, ഞാൻ കൂടെ നിന്നത് ചോദിച്ച് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാമെന്ന് പറയും. ചിലർ തമ്മിലടിക്കും, വഴക്കുണ്ടാക്കും, അടിയുണ്ടാക്കും. ഈ വേദന എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ നമ്മൾക്ക് അധികാരമില്ല. നീതിമാൻ നീതി വിശുദ്ധൻ തന്നെ വിശദീകരിക്കട്ടെ എന്നല്ലേ അല്ലേ ആൻറ്റിയമ്മ? തീർച്ചയായിട്ടും മോനെ, അത് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഉള്ളിലുള്ള വേദന പല രീതിയിലാണ് പ്രദർശിപ്പിക്കുന്നത്. അപ്പം നമ്മളായിട്ട് അവരുടെ വേദനയ്ക്ക് ഒരു മാറ്റം കൂടെ കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ നമ്മളാ ചെയ്യുന്നതിൽ പരം ഒരു ദുഷ്ടതരം വേറെ ഒന്നുമില്ല. എന്തിനിങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു? അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കും തോറും തിരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരെ വേദനിപ്പിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്താണോ ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്താണോ നല്ലത് ചെയ്യാൻ കഴിയുന്നത് അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് തന്നെ ഞാൻ ഈ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാൻ അത് വന്നതും പിന്നെന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് കുറച്ച് സമയം സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എപ്പോഴും അങ്ങനെ ആയ ഒക്കത്തില്ലല്ലോ മോനെ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ നല്ലത് പറയണ്ടേ. എപ്പോഴും എല്ലാവരും നമ്മളൊക്കെ വേദനകൾ ചിരിച്ചു തീർക്കാല്ലേ, കൊള്ളാം അതേ ഉള്ളൂ. നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് മോനെ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് എല്ലാ നന്മകളും ദൈവം തരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വിരോധമുള്ള എല്ലാവരടുത്തും എല്ലാ കാലവും വിരോധപ്പെട്ടിരിക്കണം, എല്ലാ കാലത്തും എല്ലാവരെയും ദുഷിച്ചുകൊണ്ടിരിക്കണം, അതൊന്നും എനിക്ക് പറ്റത്തില്ല. ഇപ്പം ഞാനൊരു കാര്യം പറയാം. എനിക്കിപ്പോൾ ഒരു ചാനലിൽ പോകാൻ ഇഷ്ടമില്ല എന്ന് വെച്ചോ. എനിക്കൊരു ചാനലിൽ പോകാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. നമ്മൾ അവിടെ ചെന്ന് നിന്ന് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത് സ്പോട്ട് അപ്ഡേഷൻ ആവഹിച്ചുകൊണ്ട് പിന്നെ അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. നമുക്കിഷ്ടമില്ലേ അവിടെ പോകാതിരിക്കുക. പോയിട്ട് അവിടത്തത് ഫുള്ളും എടുത്ത് അതെ ഞാനും വിശ്വസിക്കുന്നു, അതൊക്കെയുള്ളൂ. നമുക്ക് എന്താണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം? ഉപദ്രവിക്കാതിരിക്കൂ എന്നല്ല ഞാൻ പറയണം, ഉപദ്രവിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം അത് ചിന്തിക്കുക, അത് ചെയ്യുക. എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് ഇട്ട് 2 പണി കൊടുക്കണം. എങ്ങനെ? എന്താ വഴി? അപ്പോൾ അവിടെ സ്വസ്ഥത പോകൂലേ? സമാധാനം പോകൂലേ? സന്തോഷം പോകൂലേ? കാരണം ദാ വന്നു മാഡൂസ, എവിടെയായിരുന്നു? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സൂ പേടിക്കണ്ട കേട്ടാ. സൂ വിചാരിക്കും, ശടാ ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കുഴപ്പമില്ല, മാഡൂസ് ഇവിടെ സ്ഥിരം വരുന്ന സൂ ഇപ്പം വിചാരിക്കും. സൂ ഇപ്പം വിചാരിക്കണുണ്ടോ അത് മക്കളെ, ഇത് പണ്ടേ ഉള്ളതാട്ടോ. നീ വരുമ്പോൾ അധികം കാലൂസ് ഇവിടെ വരാറില്ല. കാലൂസെന്നും മാഡൂസും എന്നൊക്കെ ഞാൻ വിളിക്കാറുണ്ട്. പിന്നെ അങ്ങനെ നിനക്ക് പേരുകൾ കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷി നിരീക്ഷകൻ എനിക്ക് നോട്ടി വരുന്നില്ല, അതാണ് വരാത്തത്. ഓക്കെ, എനിക്ക് തോന്നി. സെർച്ച് ചെയ്ത് കയറിക്കോ. പക്ഷി നിരീക്ഷകൻ, മത്സ്യ നിരീക്ഷകൻ, ഗന്ധർവൻ. ഇപ്പോഴല്ല, പണ്ട് കാലത്ത് ലൈവിൽ വന്നുകൊണ്ടിരുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ ഞാൻ പറയാം. ഗന്ധർവൻ, ത്രിലോചനൻ, നീലലോചനൻ, ഈ പേരും വെച്ചോണ്ടൊരു നമസ്കാരം വന്ന് പുള്ളി എന്നെ തല്ലി. എന്തിനവിടെ പോയി? വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ?